തിരുവനന്തപുരം വേട്ടമുക്ക് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഈ കാണുന്ന നമുക്കൊരു വില്ല വിൽപ്പനയ്ക്കുള്ളത്. വില്ല എന്ന് പറയാൻ കാരണം ഇത് SFSൻ്റെ സിറ്റി വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ടോട്ടലായിട്ട് 12 വീടുകൾ മാത്രം വരുന്ന രീതിയിലുള്ള പ്രോജക്റ്റാണ്. അതിനകത്താണ് നമുക്ക് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 6 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ മേളത്തെ നില സെപ്പറേറ്റ് ആക്കി വേറൊരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. താഴത്തെ നിലയിൽ ഓണർ താമസിക്കുകയാണ്. അദ്ദേഹം വിദേശത്താണ്, വല്ലപ്പോഴും വരുന്ന സമയത്ത് മാത്രമേ താമസിക്കാറുള്ളൂ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മരുതൻകുഴി എന്നൊക്കെ ആണെങ്കിൽ വേട്ടമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി, അതായത് വലിയ വിളയിലേക്ക് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ വലത്തോട്ട് കാണുന്ന കട്ട്, അവിടെ ഒരു വാവക്കുട്ടൻ ലൈൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. ആ റോഡ് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെ നേരെ കാണുന്ന പ്രോജക്റ്റ് നമ്മുടെ SFSൻ്റെ സിറ്റി വില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റാണ്. അതിൽ കയറി വരുമ്പം തന്നെ റൈറ്റ് സൈഡിൽ ഹൗസ് നമ്പർ 6 ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് ഒത്തിരിയധികം കോമൺ ഏരിയയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാൽ ഒരു വില്ല പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്കിത് ഇതിന് മേളിലേക്ക് ഒരു പാർക്ക് കണക്ക് ആ ഒരു ഏരിയ വരുന്നുണ്ട്. ആ ഭാഗത്തും നമുക്കൊരു കോമൺ ഏരിയ വരുന്നുണ്ട്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കോമൺ ഏരിയ. പിന്നെ നമുക്ക് സെക്യൂരിറ്റി സർവീസ് 24 hours ഉണ്ടാവും. ആ രീതിയിലുള്ള സൗകര്യങ്ങളും വരുന്നുണ്ട്. ഈ കാണുന്ന പോലെ നമ്മുടെ അത്യാവശ്യം ചുറ്റോട്ടമുണ്ട്. ഇവിടെ ഒരു 2 വണ്ടികൾ ബാക്ക് ടു ബാക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ രീതിയിലും നമുക്ക് വീടിൻ്റെ ചുറ്റോട്ടം സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് അതുവഴിയാണ് എൻട്രൻസ് വരുന്നത്. ഈ സൈഡിൽ കാർ പാർക്ക് ചെയ്ത് ഇതുവഴിയും ഒരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മേളത്തെ നിലയിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റെയർ റൂം ഉപയോഗപ്പെടുത്തി സെപ്പറേറ്റ് ആയിട്ടും എൻട്രൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് വീട്ടിനകത്ത് നമുക്ക് വേറൊരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റ ഫാമിലിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യം താഴത്തെ നിലയിൽ ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് വീടിനകത്തേക്ക് എൻട്രൻസ് വരുന്നത്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നല്ല വലിയൊരു ലിവിങ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നമ്മുടെ TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ശരിക്കും ഈ ഒരു ഡോറ് നമ്മുടെ സ്റ്റെയർ റൂമിലേക്ക് തുറക്കുന്ന ഡോറാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേളത്തെ നിന്ന് താഴത്തെ നില സെപ്പറേറ്റ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്താൽ മേളത്തെ നിലയും ഒരു ഫാമിലിക്ക് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ നമ്മുടെ കിച്ചൺ ഈ ഭാഗത്താണ് വരുന്നത്. ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷമാണ് കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും അധികം ഉപയോഗിക്കലില്ല കേട്ടോ. ഒരു വല്ലപ്പോഴും വരുന്ന സമയത്ത് മാത്രമേ ഇവിടെ നിൽക്കലുള്ളൂ. നമുക്കിതാ ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂമും കിച്ചനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കാണുന്ന പോലെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അതിൻ്റെ ബാത്റൂം വരുന്നത് ഇതുപോലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയയും വരുവേ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ്. നമുക്ക് ആ ഒരു കോമൺ ബാത്റൂമിലേക്ക് ഈ ബെഡ്റൂമിൽ നിന്നും എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താനും സാധിക്കും. AC എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ തന്നെ നല്ല വലുതായിട്ടുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിലവിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് ഈ കാണുന്ന പോലെ ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു റൂം, അല്ലാണ്ട് 2 ബെഡ്റൂംസും നമുക്കൊരു കോമൺ ബാത്റൂം, ആ രീതിയിലാണ് ഇതിൻ്റെ ലേഔട്ട് വരുന്നത്. അതുപോകെ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കിച്ചണും ഉണ്ട്. അപ്പോൾ ഈ ഒരു നിലയിലേക്ക് നമുക്ക് പുറത്തു നിന്ന് തന്നെ എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല ഒരു ഫാമിലിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അകത്തൂടെ തന്നെ നമുക്ക് ഈ സ്റ്റെയർസ് ഉപയോഗിച്ച് മേളിൽ കയറി വരാവുന്നതാണ്. ഇതിന് ഈ സൈഡിലായിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അതുപോലെ മറു സൈഡിൽ നമുക്കൊരു ഓപ്പൺ ടെറസും അവിടെ നിന്ന് ടെറസിലേക്കുള്ള എൻട്രിയും വരും. നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് വീട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് 1-2 ഗസ്റ്റിൻ്റെയൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒത്തിരിയധികം കോമൺ ഏരിയാസും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെ പറയാം. കാരണം PTP നഗറിനൊക്കെ അവിടെ ചേർന്ന് കിടക്കുന്ന ലൊക്കേഷൻ വേട്ടമുക്ക് ജംഗ്ഷന് തൊട്ടടുത്താണ്. സ്കൂൾസൊക്കെ ആണെങ്കിൽ ഈ ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം ഉണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില 1,30,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്.